ഹലോ. അപ്പം എന്തേ നമ്മുടെ ക്രിസ്മസിന് ഇനി 3-4 ദിവസം കൂടെ ഉള്ളൂ. അപ്പം മാക്സിമം നമുക്ക് ചെയ്യാൻ പറ്റുന്ന അത്രയും ക്രാഫ്റ്റ് നമുക്ക് ഇന്ന് ചെയ്തേക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്രാഫ്റ്റ് പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്നോമാനെ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ഈ സ്നോമാനെ ഞാൻ ഉണ്ടാക്കുന്നത് കനം കുറഞ്ഞ പേപ്പർ വെച്ചിട്ടാട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ടിഷ്യൂ പേപ്പറോ അങ്ങനെ എന്തെങ്കിലും ലൈറ്റായിട്ട് കനം കുറഞ്ഞ എന്ത് പേപ്പറോ ഉണ്ടെങ്കിൽ യൂസ് ചെയ്യുക. അപ്പോൾ എൻ്റെ ഈ കിട്ടിയിരിക്കുന്ന എനിക്ക് ഓയിൽ പേപ്പർ പോലത്തെ കനം കുറഞ്ഞ പേപ്പറാട്ടോ. അപ്പോൾ ആദ്യം ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് പോളൊക്കെ ചുരുട്ടി ഒരു ചെറിയ പോളും വലിയ പോളുമായിട്ടങ്ങ് മാക്സിമം ചുരുട്ടി എടുക്കുക. ഇച്ചിരി സൈസിൽ വേണേ. എന്നിട്ട് ഞാൻ അതിനെ ഫുള്ളൊന്ന് മാസ്കിങ് ടേപ്പ് വെച്ചിട്ട് ഒന്ന് സെറ്റാക്കി എടുത്ത് ഒട്ടിച്ചൊന്ന് സെറ്റാക്കി എടുത്ത് അവിടെ ഇവിടെ പൊന്തി വരാതിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. എന്നിട്ട് അതിനെ ഞാൻ നമ്മുടെ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ഒന്ന് രണ്ടും കൂടെ ജോയിൻറ്റ് ചെയ്ത് ആ കുഞ്ഞു ബോളും വലിയ ബോളും കൂടെ നന്നായിട്ടൊന്ന് ജോയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ടാസ്ക്കാണ്, എന്നാലും നമുക്കിടെ കൊണ്ട് പറ്റാത്ത എന്ത് കാര്യമുള്ളതല്ലേ. അപ്പം അതങ്ങനെ സെറ്റാക്കി എടുക്കുക. എന്നിട്ട് അതിനെ ഫുൾ നമ്മൾ ഫെവിക്കോൾ തേച്ചിട്ട് ഇതുപോലെ പഞ്ഞി ഒന്ന് വെച്ച് ഒട്ടിച്ചെടുക്കുക. അപ്പം നമ്മുടെ സ്നോമാൻ്റെ ബോർഡ് റെഡി. ഇനിയാണ് നമുക്ക് അവനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുക. അവനെ ഡെക്കറേറ്റ് ചെയ്യാൻ ഞാൻ എടുത്തിരിക്കുന്നത് സ്നോമാനല്ലേ, വൈറ്റും റെഡും. അത് തന്നെ. അപ്പോഴത്തേക്കിന് നമ്മുടെ ഫോം ഷീറ്റ് എടുത്തിട്ടുണ്ട്, ഗിൽറ്റർ ഫോം ഷീറ്റ് എടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് 1 സെൻറ്റിമീറ്റർ വീതിയിൽ നീളത്തിൽ കട്ട് ചെയ്ത് കൊടുത്ത് അതിൻ്റെ കഴുത്തേക്ക് കൂടെ ചുറ്റുക. കഴുത്തല്ല, ആ ചെറിയ ബോളിൻ്റെ വലിയ ബോൾ കൂടെ ജോയിൻ്റ് ചെയ്ത ഭാഗത്തോട്ടങ്ങ് പഞ്ഞി ഫുൾ കവർ ചെയ്തിട്ട് ഇതൊന്ന് ചുറ്റി കൊടുക്കുക. അപ്പോൾ ഇനി ഇതിൻ്റെ തല ഒരു ക്യാപ്പിൻ്റെ കുറവും കൂടി ഉണ്ട്. ക്യാപ്പിന് വേണ്ടിയിട്ട് ഞാൻ ഇതേ ഫോം ഷീറ്റ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. അത് ഇങ്ങനെ കോൺ പോലെ ആക്കി ചുരുട്ടിയിട്ട് അതിൻ്റെ തുമ്പത്തും കൂടെ കുറച്ച് പഞ്ഞി വെച്ചിട്ട് അപ്പോൾ ഇത്ര ക്യൂട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്ത്. നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, എന്നാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തോ. അപ്പം അതും കൂടെ വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്നോമാൻ്റെ ബോഡി റെഡി. അടിപൊളിയല്ലേ. എന്നിട്ട് ഞാൻ 2 പൊട്ട് കൂടെ വെച്ച് കൊടുത്ത് ഐടെക്സ്റ്റ് 2 പൊട്ട് കൂടെ വെച്ച് കൊടുത്ത് സ്നോമാന് കണ്ണായിട്ട് പിന്നെ 2 ബട്ടൺസ് എടുത്ത് അതിൻ്റെ വലിയ ബോളിൻ്റെ 2 കോട്ടായിട്ട് 2 അങ്ങോട്ട് വെച്ച്. അപ്പം സൂപ്പറല്ലേ. എന്നിട്ട് ഒരു മൂക്കിന് വേണ്ടിയിട്ട് ഒരു ഗോൾഡൻ കളറ് ഫോം ഷീറ്റ് നമ്മൾ കുഞ്ഞായിട്ട് വട്ടത്തിലൊന്ന് കട്ട് ചെയ്തിട്ട് അതും കൂടെ ഒട്ടിച്ച് വെച്ചു കേട്ടോ. അങ്ങനെ കണ്ണായി, മുക്കായി, ഉടുപ്പിൽ 2 ബട്ടൺസ് വരെയായി. അപ്പോൾ സൂപ്പറായിട്ടില്ലേ, അടിപൊളിയല്ലേ. ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ ഗ്രീൻ ഫോം ഷീറ്റ് ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് അതിലും കുറച്ച് പഞ്ഞിയൊക്കെ ഇങ്ങനെ വെച്ച് നല്ല ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് സ്നോമാൻ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതൊരു വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നി. കൊള്ളാമല്ലേ. നല്ല റെഡ് കളറിലെ തൊപ്പിയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത്. അപ്പോൾ എന്തായാലും എനിക്ക് ഇഷ്ടമായി. അപ്പോൾ ഈ ക്രിസ്മസിന് നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്നാണെങ്കിലും കുറച്ച് നമ്മുടെ വീട്ടിൽ കിട്ടുന്ന കുഞ്ഞു സാധനങ്ങളൊക്കെ വെച്ച് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നൊരു സ്നോമാനല്ലേ. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഇത് വേണമെങ്കിലും ഗിഫ്റ്റായിട്ട് കൊടുക്കാം. അപ്പം എന്നാ വെറുതെ സമയം കളയണ്ടാവും, ഒന്ന് ടെസ്റ്റ് അടിച്ച് നോക്ക്. ഒത്താലൊത്ത് അത്ര ഉള്ളടോ. അപ്പം നമ്മൾ തന്നെ ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്യുമ്പോഴത്തേക്കിന് അത് സക്സസ്സായി നമ്മുടെ മുന്നിലിങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം അത് വേറെ തന്നെയല്ലേ. അപ്പം ഈ ക്രിസ്മസിന് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക. ഇഷ്ടമായെന്നുണ്ടെങ്കിൽ എന്നെ കൂടെ സപ്പോർട്ട് ചെയ്യണേ. അതായത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്താൽ മതി. അപ്പോൾ ഓക്കെ, ബൈ. അടുത്ത വീഡിയോ കാണാം.